കലൂർ സ്റ്റേഡിയത്തിൽ നൃത്തപരിപാടി അവതരിപ്പിക്കാൻ അനുമതി നൽകിയത് GCDA ചെയർമാൻ നേരിട്ട് എന്നതിന് തെളിവുകൾ പുറത്ത്. പരിപാടിക്ക് അനുമതി നൽകരുതെന്ന് ഉദ്യോഗസ്ഥർ ഫയലിൽ കുറിച്ചിട്ടും അത് മറികടന്നാണ് ചെയർമാൻ കെ ചന്ദ്രൻപിള്ള അനുമതി നൽകിയതെന്ന് തെളിയിക്കുന്ന രേഖകൾ 24 ലഭിച്ചു. 24 വാർത്തയ്ക്ക് പിന്നാലെ GCDA ചെയർമാനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. കലൂർ സ്റ്റേഡിയത്തിൽ മൃദംഗവിഷന്റെ പരിപാടിക്ക് അനുമതി നൽകേണ്ട എന്ന GCDA എസ്റ്റേറ്റ് വിഭാഗം ഉദ്യോഗസ്ഥർ ഫയലിൽ കുറിച്ചതിന്റെ രേഖയാണിത്. എന്നാൽ കാര്യകാരണങ്ങൾ നിരത്തി ഉദ്യോഗസ്ഥർ അനുമതി നിഷേധിച്ച പരിപാടിക്കാണ് ചെയർമാൻ ഇടപെട്ട് പ്രത്യേക അനുമതി നൽകിയത്. ചെയർമാൻ അനുമതി നൽകിയതിനു പിന്നാലെ മൃദംഗവിഷൻ GCDAയുടെ അക്കൗണ്ടിൽ 13 ലക്ഷം രൂപ അടയ്ക്കുകയും ചെയ്തു. പോലീസിന്റെയോ ഫയർഫോഴ്സിന്റെയോ കൊച്ചി കോർപ്പറേഷന്റെയോ അനുമതി നേടും മുമ്പാണ് ഒറ്റ ദിവസം കൊണ്ട് സംഘാടകർക്ക് അനുമതി ലഭിച്ചത്. കായികേതര പരിപാടികൾക്ക് സ്റ്റേഡിയം നൽകരുതെന്ന് നിയമമില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രം കേൾക്കാനല്ല ഭരണസമിതി എന്നുമായിരുന്നു ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയുടെ പ്രതികരണം. പരാതി പോയിട്ടുണ്ടെങ്കിൽ ആ പരാതി വിജിലൻസ് അന്വേഷിക്കട്ടെ. കായിക ഇതര ആവശ്യങ്ങൾ കൊടുക്കാൻ പാടില്ല, നിയമത്തിലില്ല. അതിനെ മറികടക്കേണ്ടതാണെങ്കിൽ മറികടക്കാനാണ് ഇവിടെ ചെയർമാൻ അടക്കമുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉള്ളത്. ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മാത്രം നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല അതോറിറ്റിയുടെ ഉദ്ദേശം. സംഭവത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ കൊച്ചി മേയർ എന്തിനൊരാളെ സസ്പെൻഡ് ചെയ്തുവെന്നും കെ ചന്ദ്രൻപിള്ള. പിന്നെ ഒന്നും അറിഞ്ഞില്ല എന്ന് മേയർ പറഞ്ഞിട്ട് പിന്നെ നിന്നെ സസ്പെൻഡ് ചെയ്ത ഒരാൾ എനിക്കറിയില്ല. 24 വാർത്തയ്ക്ക് പിന്നാലെ GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എക്സിക്യൂട്ടീവ് യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. കോൺഫറൻസ് ഹാളിലേക്ക് ഇടിച്ചു കയറിയ പ്രതിഷേധക്കാർ GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയെ ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഉമാ തോമസിന് പരിക്കേറ്റ സംഭവത്തിൽ GCDAക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു. കാര്യകാരണങ്ങൾ നിരത്തി ഉദ്യോഗസ്ഥർ അനുമതി നിഷേധിച്ച ഒരു പരിപാടിക്ക് GCDA ചെയർമാൻ നേരിട്ടിടപെട്ട് അനുമതി നൽകിയത് എന്തിനെന്ന ചോദ്യമാണ് ഉയരുന്നത്. ആ ചോദ്യത്തിന് വ്യക്തമായൊരു വിശദീകരണം നൽകാൻ GCDA നേതൃത്വത്തിന് കഴിയുന്നുമില്ല. ടീം 24 കൊച്ചി.